ഉള്ളൂ. ആട് പോണ നമുക്കൊരു വിഷയമുള്ളൊരു കാര്യമില്ല. ഇതിനങ്ങോട്ട് തുറക്കുക, എസ്കേപ്പ് ആവുക. അത് ഗ്രാനി 3 ഹാർഡ്, ഗ്രാനി 1 ഹാർഡ് എസ്കേപ്പ് ആണ് വിത്ത് സിവറാണ്. അപ്പം ഇന്നലത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യണം. അപ്പം ആ വീഡിയോ എല്ലാവരും കാണണം. മാക്സിമം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ നമുക്ക് നേരെ നിങ്ങളേത് വീഡിയോ കിടക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഓക്കെ നമ്മൾ സിൽവർ വിത്ത് ടെഡ് വെച്ച് എസ്കേപ്പ് ചെയ്യാൻ നോക്കാം. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ആ ഒരു അച്ചീവ്മെന്റ് നമ്മളെ പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ട്. ആ ഒരു അച്ചീവ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ നമുക്ക് ഓക്കെ നമുക്ക് ഇതെടുത്തിട്ട് നെറ്റ് നോക്കാം. ലാഗടിക്കും. അപ്പോൾ തള്ള ഒരു പൊട്ടിക്കളവിയായി കൊണ്ട് സൗണ്ട് കേട്ട് തള്ള അവിടെ പെട്ടിയൊക്കെ തട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കി. എന്ത് ചെയ്യാനാ കയറട്ടക്കളവി. എന്നിട്ട് നമുക്ക് താഴെ പോയി ടെഡി ഇരിക്കുന്ന സ്ഥലത്ത് ഗൺ പാട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ താഴെ കൊണ്ട് വയ്ക്കണം. എന്നിട്ട് അടയ്ക്കണം. എന്നിട്ട് ഇത് അടയ്ക്കണം. എന്നിട്ട് നമുക്ക് താഴെ പോയി സൗണ്ട് ഉണ്ടാക്കണം. ഇനി നമുക്ക് താഴെ പോയി നമുക്ക് ഗൺ പാട്ട് കൊണ്ട് വെക്കാം. എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കി തള്ളനെ ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ഇവിടെ വരുത്താം. എന്നിട്ട് നമുക്ക് താഴെ പോയി ഗൺ പാർട്ട് അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഓക്കെ, അതാണ് നമ്മളെ മെയിൻ ഒരു കടമ. കേസ് നമ്മൾ ഗൺ പാർട്ട് എടുത്ത് താഴെ കൊണ്ടുവയ്ക്കാന്നിട്ട് നമുക്ക് താഴെ അവിടെ നിന്ന് തന്നെ വേറൊരു ഷോട്ട് ഗണ്ണിന്റെ പാട്ട് കിട്ടും. അതും എടുത്ത് വെച്ചിട്ട് അടുക്കളയുടെ സൈഡിൽ അടുക്കളയുടെ സൗണ്ട് സാമാനം തള്ളിയിട്ട് കേട്ടപ്പോൾ തള്ള സൗണ്ട് കേട്ട് ഇപ്പൊ അങ്ങോട്ട് പോകും. അപ്പൊ എന്തായാലും തള്ള ഇപ്പൊ ഇങ്ങോട്ട് വരും. നമുക്ക് താഴെ പോയി ഗൺ പാട്ട് വയ്ക്കാം. ഓക്കെ കേസ്, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പൊ അവിടെ തന്നെ വേറൊരു ഗൺ പാട്ടും ഉണ്ട്, അതും വെക്കാം. എന്നിട്ട് നമുക്ക് അടുക്കളയിൽ പോയി വേറെ ഗൺ പാട്ട് ഇട്ടും അത് വെക്കാം. ഓക്കെ കേസ്, ഇവിടെ നിന്ന് നമ്മൾ സൗണ്ട് ഉണ്ടാക്കാൻ സൂക്ഷിച്ച് പോകണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്ക് യാർഡിൽ പോയി സൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ ബാക്ക് യാർഡിൽ സൗണ്ട് കേട്ട് തള്ള ഇപ്പൊ എന്തായാലും ബാക്ക് യാർഡിലേക്ക് വരും. നമുക്ക് ബാക്ക് യാർഡിൽ പോണ സമയം കൊണ്ട് അടുക്കള കയറി ഗൺപാട്ട് എടുത്തിട്ട് താഴെ കൊണ്ടുപോയി വെക്കാം. കാറിന്റെ സൈഡിലുള്ള ബാക്കി ഗൺപാട്ടും കൂടെ വെച്ച് ഗണ്ണെടുത്ത് ഡ്രൈവർ വീഴ്ത്താം. എന്നിട്ട് റസ്റ്റി പാട്ടിലൊക്കെ എടുത്ത് കുറച്ച് ട്രിക്ക് ഉണ്ട് ഗൈസ്. അത് തള്ളച്ചി ഇങ്ങോട്ട് വരുത്തിക്കാം. ഓക്കെ, തള്ളച്ചി കുറച്ച് ഫാസ്റ്റ് ആണ്, കാരണം ഹാർഡ് മോഡാണ്. നിങ്ങൾ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മൾ എക്സ്ട്രീം മോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും വാതിലടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ പോയി ഗൺ പാട്ട് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് തള്ളേനെ വിളിച്ചങ്ങോട്ട് വരുത്തുക. ഓക്കെ, എത്രയേ ഉള്ളൂ. വേറൊരു വർത്തമാനം ഇല്ല. എന്നിട്ട് തള്ളേനെ മേത്ത് ഒരു ഉണ്ട പൊട്ടിച്ചിട്ട് നമ്മള് ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കുക. അപ്പൊ തള്ള ഇപ്പൊ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പൊ തള്ളേരും നെഞ്ചാഗൂറിലിട്ട് ഒരെണ്ണം പൊട്ടിക്കുക. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം ഗീസ്. തള്ളത് വരണം. ഓക്കെ, നമ്മൾ നെഞ്ചാങ്കൂറും ഒക്കെ ഒരെണ്ണം പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തള്ളേനെ അങ്ങോട്ടെടുത്ത് മറിച്ചിടാം. നമുക്ക് സ്ക്രൂ ഡ്രൈവർ വീഴ്ത്താൻ കഴിയും. ഓക്കെ, ആ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് റസ്റ്റി പാഡിലോക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് റസ്റ്റി പാഡിലോക്ക് അങ്ങോട്ട് വലിച്ചെറിയാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, തള്ള എന്തായാലും അങ്ങോട്ട് വരും.
അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. റിസ്റ്റി പാഡിലൊക്കെ എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തള്ള ശബ്ദം കേട്ട് താഴോട്ട് നിൽക്കണം. ആ സമയം കൊണ്ട് മറ്റേ അയ്യോ ആ സമയം കൊണ്ട് നമുക്ക് കാക്കയുടെ ബാക്ക് യാർഡ് സൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഈ ബാക്ക് യാർഡ് സൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഗണ്ണെടുത്ത് ഉണ്ട ലോഡാക്കിയിട്ട് കാക്കയുടെ പായരമ്പുള്ള സ്ഥലത്ത് പോയി അവിടെ വെടിവെച്ചിട്ട് അല്ല അങ്ങനെ തന്നെ. സൗണ്ട് ഉണ്ടാക്കിയല്ലോ പോപ്പ്. തള്ള ഇപ്പം ഇനി ഉണ്ടാക്കിയായിട്ട് ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നേരെ ഗണ്ണെടുക്കുന്നു, പോകുന്നു, കാക്കേനെ തട്ടുന്നു, അമ്മച്ചിയെ തട്ടുന്നു. അത്രേ ഉള്ളൂ. ഒരു വർത്തമാനം ഇല്ല. എന്തായാലും വാതിലടഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ഗണ്ണ് റീലോഡ് ചെയ്യാം. തള്ള ഇപ്പം അമ്പടി ജിന്നുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരും. നമുക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. നമ്മളറിയാലോ, നമ്മൾ കില്ലാടിയാണ്. നമ്മൾ പണ്ടേ കില്ലാടിയാണ്. നമുക്ക് ഈ താഴെ പോയി കാക്കേനെ അങ്ങോട്ട് തട്ടുക, അത്രേ ഉള്ളൂ. വേറെ വർത്തമാനം ഇല്ല. എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് താഴെ പോയി ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയ ഇപ്പൊ ഗ്രാനി എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ ആ സമയം കൊണ്ട് റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്ത് ആ വാതിൽ അങ്ങോട്ട് തുറക്കുക കേസൊക്കെ. വേറെ ഒരു വർത്തമാനം ഇല്ല കേസൊക്കെ. എന്നൊക്കെ എന്നിട്ട് നമുക്ക് അവിടെ തന്നെ സൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യും. നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ, ഇങ്ങോട്ട് തള്ളേനെ അങ്ങോട്ട് പോയേക്കുക, അത്രേ ഉള്ളൂ. വേറെ ഒരു വർത്തമാനം ഇല്ല. എന്നിട്ട് ഇവിടൊക്കെ നമുക്ക് നൈസായിട്ട് ഒളിച്ചങ്ങിരിക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ തള്ള ഇപ്പം പൊട്ടിക്കളവിയാണ്, നമ്മളെ കാണൂല. നമുക്ക് തള്ള അമ്പടി ജീവിതത്തിലേക്ക് അടിച്ച് റോക്കറ്റ് പോണ പോലെ ഈ റൂമിനകത്ത് കയറുക. അപ്പൊ അയ്യോ കണ്ടു എങ്ങനെ കണ്ടേ? അയ്യോ എന്റെ മോനെ ഗൈസ്, തള്ള കണ്ട് ചതിച്ച്. നമുക്ക് നമ്മൾ ആൾ കില്ലാടിയാണ്. എന്റെ മോനെ, തള്ള കില്ലാടി തന്നെ. കില്ലാടി. നമ്മളെ എങ്ങനെ കണ്ടെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് വേറൊരു കേസ്. ബാക്ക് യാർഡ് സൗണ്ട് ഉണ്ടാക്കുക കേസ്, അത്രേ ഉള്ളൂ. ഒലക്ക ഒന്ന് പോടേ. അപ്പൊ തള്ള നമ്മൾ അവളെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പൊ തള്ള ശബ്ദം കേട്ട് അങ്ങോട്ട് പൊയ്ക്കോളും. അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് നൈസായിട്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, ശബ്ദമൊന്നും ഉണ്ടാക്കല്ലോ, ഇതങ്ങോട്ട് എടുക്കുക. ശബ്ദം കേട്ടല്ലോ കൊക്ക്. ഇതൊക്കെ തട്ടിയിടുക, അത്രേ ഉള്ളൂ. വേറൊരു പരിപാടി ഇല്ല. എന്നിട്ട് നമുക്ക് താഴെ പോയി ഗണ്ണ് റീലോഡ് ചെയ്യുക. കാക്കേനെ അല്ല, ഇതിനെ തട്ടുക, അമ്മച്ചീനെ അങ്ങോട്ട് തട്ടുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ വേണ്ട കൈസ്, നമുക്ക് ഇവിടെ തന്നെ അങ്ങോട്ട് ഇടുക. ഇവിടെ തന്നെ സൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ കയറി തന്നെ അങ്ങോട്ട് ഒളിച്ചിരിക്കുക. തള്ളേരെ മൂക്കാമണ്ട ഇട്ട് ഒരെണ്ണം പൊട്ടിക്കാനുള്ള വകയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. തള്ള പറഞ്ഞ സൗണ്ട് കേട്ടോ, ഓടിപ്പോന്നൊക്കെയാണ് പറഞ്ഞത്. CC മോഡിലേക്ക് ഇട്ട് കളിച്ച അമ്മുമ്മക്ക് എന്തോ മുട്ടുവേദനയൊക്കെ ഉണ്ട്. പക്ഷെ ആട് മോഡിൽ അങ്ങനെയല്ല, അമ്മാച്ചി സീനാണ്. പക്ഷെ ആട് മോഡായാലും എക്സ്ട്രീം മോഡായാലും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. തള്ളേനെ ഇതിൻ്റെ അകത്തിട്ട് അങ്ങ് വയ്ക്കുക, അല്ല കട്ടിംഗ് പ്ലേയേഴ്സ് എടുക്കുക,
അയ്യോ, അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇതൊക്കെ ഷോർട്ട് ഗൺ എടുത്ത് മറ്റേ പായലും പൂപ്പിലുള്ള സ്ഥലത്തോട്ട് പോകുക, എന്നിട്ട് വെടിച്ചിട്ടങ്ങ് പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. പൊട്ടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്. തള്ള ഇപ്പൊ എന്തായാലും ജിഞ്ചിണ്ടാക്കിയായിട്ട് ഇങ്ങോട്ട് വരും. നമുക്ക് ആ സമയം കൊണ്ട് ഈ സാമാനം കൊണ്ട് എടുക്കുക. അപ്പം തള്ള ഫ്രീസായി ചത്തോളുമാണ് എന്റെ ഒരു ഊഹം. ഇവിടെ തന്നെ സൗണ്ട് ഉണ്ടാക്കുക. ബൈ. ഓക്കെ, ബൈ. നൈസ്. ഇനി നമുക്ക് ഏഞ്ചലിനിക്ക് ബുക്ക് കൊടുക്കണം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാല് മറ്റേ അതിന്റെ അപ്പുറത്ത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇടാം. അതാകുമ്പോ 2-3 പ്രാവശ്യം ഒന്നും വരണ്ടല്ലോ കേസ്. ഓക്കെ, നമുക്ക് ഇവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ബുക്ക് എടുത്ത് ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്പൈഡർ കീ കിട്ടിയിട്ടില്ല, അതങ്ങോട്ട് കിട്ടുക, അത്രേ ഉള്ളൂ. ഇത് വലിച്ചില്ലല്ലോ പപ്പു. ഇന്ന് പോവാതള്ള ഇറങ്ങി, നമ്മൾ നിന്നെ കുറെ കണ്ടിട്ടുള്ളായിരുന്നു. ഇനി നിന്റെ ഐസി ആയിട്ട് ഇങ്ങോട്ട് വന്നേക്കില്ലേ. ഇനി നമുക്ക് ടെഡി വെച്ചങ്ങ് എസ്കേപ്പ് ആയാലോ, അതാണ് എന്റെ ഒരു ഊഹം. അതാണ് എന്റെ ഒരു ഇത്. ഇനി നമുക്ക് സ്പൈഡർക്ക് ഇത് വെക്കുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ എല്ലാം ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബുക്ക് എടുത്ത് കൊടുക്കാമെന്നാണ്. പക്ഷെ നമ്മൾ അത് ചെയ്തിട്ടില്ല, കാരണം എല്ലാം നേരത്തെ ചെയ്തിരുന്നു. നമുക്കിനൊന്നുമില്ല എടുക്കാൻ, നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് അങ്ങനെ കൊടുക്കുക, അത്രേ ഉള്ളൂ. വേറൊരു പരിപാടിയില്ല കേസ്. ബാക്കി പഠിപ്പി അത് നമുക്ക് ഇവിടെ ഈ സൗണ്ട് ഉണ്ടാക്കാം. ഇവിടെ അല്ല, ബാക്ക് യാർഡിൽ പോയി സൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ചാടാം. ഇനി ബാക്ക് യാർഡിൽ പോയി സൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് തള്ള ഇപ്പൊ അമ്പടി ജിഞ്ചിന്റെ ആക്കടി ഏറ്റി ഇപ്പൊ ഇങ്ങോട്ട് വരും. വാടോ വാടോ. നമുക്ക് ആ സമയം കൊണ്ട് നൈസായിട്ട് എസ്കേപ്പ് ആവാം. ഒരു സംഭവം നമുക്ക് ക്രീക്കിംഗ് ഫോഴ്സ് ഒന്നും ഉണ്ടാക്കാതെ നൈസായിട്ട് പഠിപ്പിക്കും. കീ അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഓടിത്തള്ള, അത്രേ ഉള്ളൂ. ഗ്രാനിപ്പ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഒന്ന് നൈസായിട്ട് ഓടി തള്ളുക. ഇവിടെയൊക്കെ അങ്ങോട്ട് സൗണ്ട് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഒരു പരിപാടിയും ഇല്ല. നമുക്ക് നൈസായിട്ട് ഇങ്ങോട്ട് ചാടുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഗ്രാനീര് അവിടെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. നമുക്കിനി ഉടൻ സ്റ്റിക്ക് വെച്ച് കറക്കുക, പെഡിലോക്കി ഇട്ട് കുത്തുക, കട്ടിംഗ് ബ്ലേഡ്സ് എടുക്കുക. നമുക്ക് എല്ലാം അങ്ങോട്ട് ഇടാൻ കഴിയും. നമുക്ക് 2-3 പ്രാവശ്യം എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല, അതാണ് ഇങ്ങനെ വേണ്ടത്. എല്ലാം അങ്ങോട്ടിടാം. നമുക്കിനി ഓരോന്നൊന്നായിട്ട് എടുത്തോണ്ട് പോകണം, അതല്ലാതെ വേറെ വഴിയില്ല. ഫസ്റ്റ് തന്നെ ഇതായിക്കോട്ടെ. മുന്നും നോക്കാതെ ഓടിക്കും, അത്രേ ഉള്ളൂ.
നമുക്ക് വുഡൻ സ്റ്റിക്ക് എടുക്കാൻ കഴിയും. എന്തായാലും തള്ള എന്തായാലും കാണാതിരിക്കൂല. എവിടെയാണോ പതിനെട്ട സാധനം? ഗേസ് കാണാനില്ല സ്പൈഡർ ആഞ്ചലിനെ. നമ്മൾ അങ്ങോട്ട് പോയിട്ട് വുഡൻ സ്റ്റിക്ക് എടുക്കാനുള്ളതാണ്. അത് സ്പൈഡർ ആഞ്ചലിനെ കയറി വന്നാൽ പിന്നെ ആകപ്പാടെ ചളവളാവും. അതാണ്. ഓ അയ്യോ അയ്യോ വലിയ ബിൽഡപ്പ് ഒന്നും ഇടണ്ട, നമ്മൾ കുറെ കണ്ടുള്ളത് തന്നെ. ബിൽഡപ്പ് ഇടുന്ന കാര്യമൊന്നും ഇല്ല. ഇന്നും നമ്മൾ കുറെ കണ്ടുള്ളതുണ്ട്. വാ പോണ അസത്ത്. നമുക്കിനി എന്താ ചെയ്യാ? ഓടിത്തള്ളിക്കുക ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് ഈ സെവർ എസ്കേപ്പ് എന്നൊരു വിഷയമുള്ള ഒരു കാര്യമില്ല. നമുക്ക് ഈ വാതിലങ്ങോട്ട് തുറക്കണം, ഇങ്ങോട്ടിടുക, പെഡ്ലോക്കി എടുക്കുക. നമുക്കിനി വുഡൻ സ്റ്റിക്ക് എടുക്കുക, കറക്കുക, അത്രേ ഉള്ളൂ. ആട് പോണം നമുക്കൊരു വിഷയമുള്ളൊരു കാര്യമില്ല ഗൈസ്. ഇതിനങ്ങോട്ട് തുറക്കുക, എസ്കേപ്പ് ആവുക. ഓക്കെ ബൈ ഗൈസ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് അടുത്ത വീഡിയോ. അപ്പം അടുത്ത ഡോർ എസ്കേപ്പ് ആയിരിക്കും ചെയ്യുന്നത്. അത് എക്സ്ട്രീമോട്ട് നമ്മൾ ഡോർ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ ഗെയിമിൻ്റെ വീഡിയോസ് നിങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ കാണാം. ദിസ് ഇസ് വെർണോമസ് ഗിവിംഗ് ബൈ.